ഹലോ മക്കളെ, ആർക്കേന്ന് നന്ദു സാറാണ്. അപ്പോൾ നമ്മളുടെ ജോഗ്രഫിയിലെ 4th ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് സാറിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. എന്താ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല് 1986 ബോത്ത് ഹൗസ് എന്ന് വെച്ചാൽ ലോകസഭയും രാജ്യസഭയും കൺസ്യൂമർക്ക് വേണ്ടിയിട്ട്, ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ നിയമത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കൺസ്യൂമർ റൈറ്റ്, ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഉപഭോക്താക്കൾ പ്രധാനമായി ചൂഷണം ചെയ്യപ്പെടുകയാണെങ്കിൽ അവരെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതും ഈ നിയമത്തിന്റെ ലക്ഷ്യമാണ്. തീർന്നില്ല, ഈ നിയമം തന്നെ ഒന്നും കൂടി റീപ്ലേസ് ചെയ്തുകൊണ്ടിട്ട് 2010 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2090 വരുന്നുണ്ട്. ഒരിക്കലും പുതിയൊരു നിയമമല്ല, പഴയ നിയമം റീപ്ലേസ് ചെയ്തതാണ്. പക്ഷേ ഇത് നിലവിൽ വരുന്നത് ജൂലൈ 20, 2020. 20ന്റെ ഒരു കളിയാണ് ജൂലൈ 20, 2020. ഈ 2020 വന്ന ഈ നിയമത്തിന്റെ പേര് അല്ലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എംപവറിംഗ് ദ കൺസ്യൂമർ, ഉപഭോക്താക്കൾ ഒന്ന് ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദെയർ റൈറ്റ്, അവരുടെ അവകാശം സംരക്ഷിക്കുകയാണ്. ഇനി ഈ നിയമത്തിന്റെ സവിശേഷത അഥവാ ഫീച്ചേഴ്സ് നോക്കിയാലോ. ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്, അതാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ടിങ് അതോറിറ്റി അഥവാ CCPA എന്ന് പറയും. ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. രണ്ടാമത്തതാണ് നമുക്ക് കാണാം അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, അനാവശ്യമായിട്ടുള്ള വ്യാപാരത്തിനെ ചോദ്യം ചെയ്യാൻ ഈ നിയമം കൊണ്ട് സഹായിക്കുന്നതാണ്. അടുത്ത നോക്കൂ, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഭോക്താക്കളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകും. ഉപഭോക്താക്കളുടെ ഇടയിൽ തർക്കങ്ങൾ പരിഹരിക്കാനും ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കൊണ്ട് സഹായിക്കുന്നതാണ്. അടുത്ത നോക്കൂ, ആരെങ്കിലും പ്രധാനമായും മാർക്കറ്റിന്റെ എത്തിക്സിനോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രധാനമായിട്ട് എന്താ പറയുക എത്തിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ പ്രധാനമായി മാർക്കറ്റിൽ പെരുമാറേണ്ടത് പോലെ പെരുമാറിയിട്ടില്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനും ഈ നിയമം കൊണ്ട് സഹായിക്കാറുണ്ട്. അടുത്ത നോക്കിക്കോ മക്കളെ, ഇതിനകത്ത് മിസ്ലീഡിംഗ് ഓഫ് അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ പരസ്യത്തിലൂടെ നിങ്ങൾ ആരെങ്കിലും കബളിപ്പിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെയും പറ്റിക്കപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ നിയമം സഹായകരമാകും. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്താക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനും പ്രധാനമായി ഈ നിയമം സഹായിക്കുമെന്ന കാര്യം മറന്നു പോകണ്ട. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി വീണ്ടും വരിക. താങ്ക് യു.